Now we'll see another question. Program to check for perfect number. ഒരു നമ്പർ മേടിച്ചു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് നമ്പർ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഈ പെർഫെക്റ്റ് നമ്പർ അല്ലെങ്കിൽ സ്ട്രോങ് നമ്പർ ഇതുപോലുള്ള നമ്പേഴ്സിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. വിത്ത് എക്സാമ്പിൾ അവർ തരും. അതാണ് പാറ്റേൺ. അപ്പൊ പെർഫെക്റ്റ് നമ്പറിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ എക്സെപ്റ്റ് ദാറ്റ് നമ്പർ ഇസ് ഈക്വൽ ടു ദി ഒറിജിനൽ നമ്പർ. വൺസ് മോർ ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. സേ നമ്പർ 6. 6ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, 3 and 6. ഇതിൽ ഈ 6 ഒഴികെയുള്ള ബാക്കി എല്ലാ നമ്പേഴ്സിന്റെയും സമ്മ്, അതായത് 3 + 2 + 1 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 6. ഈ സം ഓഫ് ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു ദ ഒറിജിനൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ വി കോൾ 6 as a പെർഫെക്റ്റ് നമ്പർ. ഇനി വേറൊരു എക്സാമ്പിൾ 8 നോക്കാം. 8 is not a perfect number. 8ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, 4 and then 8. അപ്പം ഇതിൽ 8 വേണ്ട, ഈ ലാസ്റ്റ് 8 വേണ്ട. അപ്പം ബാക്കിയുള്ളത് 4 + 2 6, 6 + 7, 6 + 1 is 7. So 7 is not equal to 8. Therefore 8 is not a perfect number. അതാണ് പെർഫെക്റ്റ് നമ്പറിന്റെ ഒരു ഡെഫിനേഷൻ. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാം? അപ്പൊ നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെയും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിന്റെ പകുതിക്ക് ശേഷം പിന്നെ വരുന്ന ഒരേ ഒരു ഫാക്ടർ ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ് ആണ്. എന്നാൽ പെർഫെക്റ്റ് നമ്പറിൽ ആ ദാറ്റ് നമ്പറിലോട്ട് നമുക്ക് പോവുകയും വേണ്ട. അപ്പൊ നമ്മൾ എവിടെ വരെ നോക്കിയാൽ മതി? 1 മുതൽ ഏത് നമ്പറാണോ മേടിക്കുന്നത് അയാളുടെ പകുതി വരെ, ഹാഫ് വരെ പോയാൽ മതിയായിരിക്കും. So now we'll see the program corresponding to this logic. Okay, we'll begin the program with the header file #include stdio.h. Then main function, main അകത്ത് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഇവിടെ എനിക്ക് വേണ്ട വേരിയബിൾസ് num is a variable, അതിൻ്റെ അകത്തോട്ടായിരിക്കും ഞാൻ ഒരു നമ്പർ മേടിക്കുന്നത്. Then sum is a variable. sum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ സം കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ സം. തീർച്ചയായിട്ടും എനിക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുണ്ട്, ഒരു ലൂപ്പ് വേണം. അപ്പൊ ലൂപ്പ് വേരിയബിളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു I. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് പ്രിന്റ് ഓഫ് എൻ്റർ എനി നമ്പർ. യൂസറിനോട് ചോദിക്കുവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ മേടിച്ചോളൂ അല്ലെങ്കിൽ എൻ്റർ ചെയ്തോളൂ എന്ന് പറയുകയാണ്. യൂസിങ് ദ സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് വി ആർ റീഡിങ് ദ നമ്പർ. അപ്പൊ നം എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പൊ സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് അറിയാം നമ്മിന്റെ അകത്തോട്ടാണ് മേടിക്കുന്നത്. നം എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്തോട്ട് നമുക്ക് വാല്യൂ മേടിക്കാം. സേ വി ആർ റീഡിങ് ദ വാല്യൂ 6. അപ്പൊ 6 പെർഫെക്റ്റ് നമ്പർ ആണ്. പെർഫെക്റ്റ് നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുവാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇനിഷ്യലൈസേഷൻ. സം ഇസ് ഈക്വൽ ടു 0. അപ്പൊ സമ്മിന്റെ അകത്തോട്ടാണ് നമ്മളെല്ലാം കമ്പ്യൂട്ട് ചെയ്ത് പോവുക. അപ്പൊ ഇനിഷ്യലി അതിന്റെ വാല്യൂ 0 ആയിട്ടും കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ലൂപ്പാണ്. നമുക്ക് ഫോർ ലൂപ്പ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ഫോർ I is equal to 1 തുടങ്ങി എവിടം വരെ പോയാൽ മതി? വാട്ട് എവർ വാല്യൂസ് ദർ ഇൻ ദ വേരിയബിൾ നം അതിന്റെ ഹാഫ് വരെ. സോ ഫോർ I is equal to 1, I less than or equal to num by 2, then I plus plus less than or equal to അവിടം വരെയും പോണം. അപ്പൊ അതിന്റെ അകത്ത് അപ്പൊ ഇപ്പൊ ഈ ഒരു കേസ് ആണെങ്കിൽ നമ്മുടെ I വാല്യൂ വിൽ ബി എന്തൊക്കെയായിരിക്കും? 1, 2 and 3. 6 divided by 2 is 6ന്റെ പകുതി is nothing but 3. അപ്പൊ 1, 2, 3 വരെ പോയാൽ മതി. അപ്പൊ ആദ്യമേ I is equal to 1ന്റെ അകത്ത് കയറുവാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇഫ് നം മോഡ് I equal to 0 ആണോന്ന്. 6 മോഡ് 1 equal to 0. Yes, 1 is a factor of 6. അപ്പൊ ശരി, അങ്ങനെയാണെങ്കിൽ സമ്മിന്റെ അകത്ത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് എന്താണെന്ന്? സം ഇസ് ഈക്വൽ ടു ഇപ്പോഴത്തെ സം വാല്യൂ ദാറ്റ് ഇസ് 0 പ്ലസ് ഏതാണോ നമുക്ക് ഫാക്ടർ ആയിട്ട് കിട്ടിയത്. ഐയിലല്ലേ ആ 1 ഉള്ളേ. അപ്പൊ 0 + 1 ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1. അത് ഞാൻ ആർക്ക് കൊടുത്തു? സമ്മിന്റെ അകത്തോട്ട് കൊടുത്തു. അപ്പൊ സം ദ 0 വിൽ ബി അപ്ഡേറ്റഡ് വിത്ത് ദ വാല്യൂ 1. ഇനി വീണ്ടും എങ്ങോട്ട് പോകുന്നു? ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുവാണ്. ദിസ് ടൈം ദ വാല്യൂ ഓഫ് I വിൽ ബി 2. അഗെയിൻ ഇഫ് സ്റ്റേറ്റ്മെന്റ് നം ദാറ്റ് ഇസ് 6 മോഡ് 2 equal to 0 ആണ്. യെസ്, അതും നമുക്കറിയാം റിമൈൻഡർ 0 വാല്യൂ തന്നെ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 2 is a factor of 6. അങ്ങനെയാണെങ്കിൽ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഇപ്പോഴത്തെ സമ്മിൽ എന്നാ ഉള്ളത്? വി ഹാവ് ദ വാല്യൂ 1 പ്ലസ് ഇപ്പൊ ഫാക്ടർ ആയിട്ട് കിട്ടിയത് ആരെയാണ്? 2. അത് ആരിലുണ്ട്? ഐയിലുണ്ട്. സോ സം പ്ലസ് I, സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 1 + 2 വിച്ച് ഇസ് നത്തിങ് ബട്ട് 3. അത് ആർക്ക് കൊടുക്കാൻ പറഞ്ഞു? സമ്മിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ സമ്മിന്റെ വാല്യൂ ഇപ്പൊ 3 ആയി. അഗെയിൻ ലൂപ്പ് കണ്ടിന്യൂസ് ആൻഡ് ദ വാല്യൂ ഓഫ് I ഇസ് നത്തിങ് ബട്ട് 3. വീണ്ടും കണ്ടീഷൻ ചെക്കിംഗ്. വാട്ട്? 6 മോഡ് 3 equal to 0. യെസ്, നമുക്ക് റിമൈൻഡർ അവിടെയും 0 തന്നെയാണ് കിട്ടുക. മീനിങ് വാട്ട്? 3 ഈസ് എ ഫാക്ടർ. അപ്പൊ വീണ്ടും അതിന്റെ അകത്തുള്ള സ്റ്റെപ്പ് സം ഇസ് ഈക്വൽ ടു ദ പ്രസന്റ് വാല്യൂ ഓഫ് സം ദാറ്റ് ഇസ് 3 പ്ലസ് ഇപ്പൊ ഫാക്ടർ ആയിട്ട് കിട്ടിയത് ആരാണ്? ഈ 3. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് നത്തിങ് ബട്ട് ഇൻ ദ വേരിയബിൾ I. സോ 3 + 3 is equal to 6. അത് ആർക്ക് കൊടുത്തു? സമ്മിന് കൊടുത്തു. ശരി,
ഇനി വീണ്ടും ലൂപ്പിലോട്ട് പോകുന്നു, ഐയുടെ വാല്യൂ 4 ആകുന്നു, കണ്ടീഷൻ അവിടെ ഫോൾസ് ആകുന്നു, ആൻഡ് ദാറ്റ് ഇസ് വൈ വി ആർ കമ്മിങ് ഔട്ട് ഓഫ് ദി ഫോർ ലൂപ്പ്. എവറി ടൈം റിമെമ്പർ, ഞാനിവിടെ 1, 2, 3 എന്നൊക്കെ പറയുമെങ്കിലും ലൂപ്പിന്റെ അകത്ത് കയറുന്നത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ്. വാട്ട് ഈസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3? യെസ്, കണ്ടീഷൻ ട്രൂ. ഈസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3? യെസ്, കണ്ടീഷൻ ട്രൂ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3? കണ്ടീഷൻ ട്രൂ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണയും ലൂപ്പിന്റെ അകത്ത് കയറുന്നത്. ഇതിപ്പോ ലാസ്റ്റ് ആയപ്പോ എന്ത് സംഭവിച്ചു? i is equal to 4 ആകുന്നു. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ? അല്ല, കണ്ടീഷൻ ഫോൾസ്. അങ്ങനെയാണ് നമ്മൾ ലൂപ്പിന്റെ പുറത്തിറങ്ങുന്നത്. ഓക്കെ, ലൂപ്പിന്റെ പുറത്തിറങ്ങി. ഇനി നമ്മൾ ലാസ്റ്റ് കണ്ടീഷൻ ചെക്കിംഗ്. വാട്ട് ഇഫ് നം ഇസ് ഈക്വൽ ടു, നമ്മിലുള്ള വാല്യൂ എന്താണ്? 6 ആണ്. and that 6 is equal to സമ്മിലുള്ള വാല്യൂ. സമ്മിന്റെ അകത്തും എനിക്ക് എന്ത് തന്നെയുണ്ട്? 6 ഉണ്ട്. In that case, if condition is true and we can print the number is a perfect number. അതല്ല ആയിരുന്നുവെങ്കിൽ അപ്പൊ എൽസ് പാർട്ടിന്റെ അകത്ത് വന്നിട്ട് എന്ത് പ്രിന്റ് ചെയ്യാം? എൽസ് ആണെങ്കിൽ പ്രിന്റ് ഓഫ് ദ നമ്പർ ഇസ് നോട്ട് എ പെർഫെക്റ്റ് നമ്പർ. അതിനൊരു എക്സാമ്പിൾ നോക്കണമെങ്കിൽ assume that you have read a value, say 8 to the variable num. Okay, and we'll be initializing sum as 0. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് 8 ആണെന്നുണ്ടെങ്കിൽ ലൂപ്പ് എത്ര തവണ ഐട്രേറ്റ് ചെയ്യണം? i is equal to 8ന്റെ ഹാഫ് വരെ, ദാറ്റ് is 1, 2, 3 and 4 ഇവിടം വരെയും പോണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും. 8 mod 1 equal to 0? Yes, therefore 1 is a factor, so 0 plus 1 ആയി, which is equal to 1. അപ്പൊ സമ്മിന്റെ അകത്ത് 1. Then again 2, so i is equal to 1 is over, i is equal to 2. Then again 8 mod 2 equal to 0? Yes, അതും 2ഉം ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ sum is equal to 1 plus the next factor, that is nothing but 3. അപ്പം 3 ആയി. Then again i is equal to 3. 8 mod 3 equal to 0? അല്ല, ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സം എന്ന് പറയുന്ന കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പ് അവിടെ നടത്തുന്നില്ല. കാര്യം if കണ്ടീഷൻ ഫോൾസ്. Then again loop continues, i is equal to 4. അപ്പോ 8 mod 4 equal to 0? Yes, 4 is a factor. അപ്പൊ അങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ sum is equal to the present value, that is 3, plus the new factor, that is nothing but 4. So 3 plus 4 is equal to 7. അത് സമ്മിന്റെ അകത്തോട്ട് കയറുന്നു. അപ്പൊ ഇവിടെ 7 ആയി. ഇനി ലൂപ്പ് പോകുന്നു. ഇനി നമുക്ക് അടുത്ത വാല്യൂസ് ഒന്നും ഇല്ല. കാര്യം ഇനി എന്ത് എടുത്തു കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസ് ആവും. ലൂപ്പ് ഇത്രയും തവണ മാത്രം ഐട്രേറ്റ് ചെയ്താൽ മതി. പുറത്തിറങ്ങുവാണ്. അഗൈൻ കണ്ടീഷൻ ചെക്കിംഗ്. ഇഫ് നം ഇസ് ഈക്വൽ ടു, നമ്മിന്റെ അകത്ത് ആരാ ഉള്ളേ? വി ഹാവ് 8. equal to സം. സമ്മിന്റെ അകത്ത് എത്രയുള്ള? ഹൗ മച്ച് വി ഹാവ്? വി ഹാവ് only 7. So is 8 equal to 7? No. And this time it is the else part that will be executed. What it will be? The number is not a perfect number. നമുക്ക് ഈ പെർഫെക്റ്റ് നമ്പർ പ്രോഗ്രാമിന്റെ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. അപ്പം ആദ്യമേ തന്നെ നമുക്ക് പ്രോഗ്രാമിന്റെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഫ്ലോ ചാർട്ട് ഓൾസോ വിൽ ബിഗിൻ വിത്ത് സ്റ്റാർട്ട് ബോക്സ്. സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഉടനെ പ്രോഗ്രാമിന്റെ അകത്ത് യു ക്യാൻ സീ വേരിയബിൾസ് ഡിക്ലറേഷൻ ആണ്. അപ്പൊ ഇവിടെയും സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഡിക്ലെയർ ദ റിക്വയർഡ് വേരിയബിൾസ്. അത് കഴിഞ്ഞാൽ നമ്മൾ യൂസറിന്റെ നമ്പർ മേടിക്കുകയാണ്. സോ ഫ്ലോ ചാർട്ട് ഓൾസോ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് റീഡ് ദ വാല്യൂ ഫ്രം ദ യൂസർ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പ് ആണ്, സം ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെയും നമ്മുടെ ഫ്ലോ ചാർട്ടിന്റെ അകത്തും ഇവിടെ നമുക്ക് ആക്ച്വലി ഇവിടെ 2 ഇനിഷ്യലൈസേഷൻ വരുന്നുണ്ട്. കാര്യം ഇവിടെ സം ഇസ് ഈക്വൽ ടു 0 ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ലൂപ്പാണ്. ലൂപ്പിന്റെ അകത്ത് as I said there are 3 parameters of which the first one is nothing but initialization. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോ ചാർട്ടിനകത്ത് 2 സ്റ്റെപ്പായിട്ട് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പ്. ഞാനിപ്പോ എന്തായാലും അത് ഒറ്റ സ്റ്റെപ്പായിട്ട് എഴുതുവാണ്. അപ്പം ഇനിഷ്യലൈസേഷൻ സം ഇസ് ഈക്വൽ ടു 0 ആൻഡ് i is equal to 1. ആ 2 ഇനിഷ്യലൈസേഷനും കൂടെ ഒറ്റ ബോക്സിന്റെ അകത്താക്കി. അത് കഴിഞ്ഞാൽ അപ്പൊ പ്രോഗ്രാമിന്റെ അകത്ത് നമുക്ക് എന്താണ് അടുത്ത 4 ആണ്. 4 ലൂപ്പ് ആണ്. അപ്പൊ അഗെയിൻ അപ്പൊ ഇവിടെ നമുക്ക് ലൂപ്പിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, റോംബസ് ബോക്സ് വെച്ച് കണ്ടീഷൻ ചെക്കിംഗ്. ഇനിഷ്യലൈസേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടീഷൻ ചെക്കിംഗ്. എന്താണ് കണ്ടീഷൻ? ദാറ്റ് i less than or equal to num by 2. ഓക്കെ, ആ ബോക്സ് അവിടെ വരച്ചു. ഇനി ആ ബോക്സിന് 2 പോസിബിലിറ്റീസ് ഉണ്ട്. കണ്ടീഷൻ ട്രൂ ആകാം, ഫോൾസ് ആകാം. അപ്പൊ ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ട്രൂ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ലൂപ്പിന്റെ അകത്ത് കയറുന്നു. ലൂപ്പിന്റെ അകത്ത് കയറി കഴിഞ്ഞാലും അവിടെയും ഒരു കണ്ടീഷൻ ചെക്കിംഗ് തന്നെയാണ്. അപ്പൊ ഇവിടെയും ഫ്ലോ ചാർട്ടിലും ആ ട്രൂ ആരോ വരുന്നത് വീണ്ടും അടുത്ത ഒരു കണ്ടീഷൻ ബോക്സ്, ദാറ്റ് ഇസ് റോംബസ് ബോക്സ്. ആ റോംബസ് ബോക്സിനകത്തുള്ള കണ്ടീഷൻ എന്താണ്? നം മോഡ് i equal to 0. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ അകത്തും എഴുതി വരിക നം മോഡ് i equal to 0. Again ആ കണ്ടീഷനും there are 2 options.
ട്രൂ ഓർ ഫോൾസ്. അപ്പൊ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോ എന്ത് ചെയ്യുന്നു, നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുവാണ്. കമ്പ്യൂട്ട് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. അപ്പൊ ആ കമ്പ്യൂട്ടേഷൻ ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമുക്ക് എന്നിട്ട് ഐ പ്ലസ് പ്ലസ്, അതായത് നമുക്ക് അടുത്ത ലൂപ്പിന്റെ അകത്തോട്ട് പോകണം. അപ്പൊ ഇവിടെ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ ചെയ്തിട്ട് ഐ പ്ലസ് പ്ലസ് കഴിഞ്ഞിട്ട് ആരോ എങ്ങോട്ട് പോകണം, ആരോ നമ്മുടെ ഔട്ടർ ലൂപ്പ്, അതായത് ഔട്ടർ കണ്ടീഷൻ വിച്ച് വൺ, നമ്മുടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 2. അപ്പൊ ഇവിടുത്തെ ഐ പ്ലസ് പ്ലസ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. സോ ദിസ് വിൽ കണ്ടിന്യൂ. അപ്പം ആദ്യത്തെ ഫോർ ലൂപ്പിന്റെ കണ്ടീഷൻ അത് ട്രൂ ആകുകയാണെങ്കിൽ അടുത്ത കണ്ടീഷൻ അത് ട്രൂ ആകുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷൻ, അത് കഴിഞ്ഞിട്ട് ലൂപ്പ് ഐട്രേറ്റ് ചെയ്തു. ഇനി ഇഫ് സപ്പോസ് നമ്മുടെ ലൂപ്പിന്റെ അകത്തുള്ള ആ റോംബസ് ബോക്സിലെ കണ്ടീഷൻ ട്രൂ ആയി, അകത്ത് കയറി അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ നമ്മൾ കണ്ടു. ഇനി ആ കണ്ടീഷൻ ഫോൾസ് ആയാൽ അപ്പൊ എന്ത് വേണം, നമുക്ക് കമ്പ്യൂട്ടേഷൻ ഒന്നും ഇല്ല. കമ്പ്യൂട്ടേഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ആ ആരോ എങ്ങോട്ട് പോകുന്നു, ഡയറക്റ്റ് ആയിട്ട് ലൂപ്പിന്റെ ഐ പ്ലസ് പ്ലസിലോട്ട് പോവുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത ഫോർ ലൂപ്പിലോട്ട് പോവുകയാണ്. ഓക്കെ അല്ലെ? സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആകുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് ആരോ എങ്ങോട്ട് പോകുന്നു, ഐ പ്ലസ് പ്ലസിലോട്ട് പോകുന്നു. ആൻഡ് ദെൻ ഫ്രം ദർ വി ആർ അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദി ഔട്ടർ കണ്ടീഷൻ. ഇനി എപ്പോഴോ ഏതോ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ലൂപ്പും എല്ലാം എക്സിക്യൂഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലൂപ്പിന്റെ കണ്ടീഷനും ഫോൾസ് ആകുകയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ അവിടുത്തെ നമ്മുടെ ആദ്യത്തെ റോംബസ് ബോക്സ് കണ്ടീഷൻ ഫോൾസ് ആകുകയാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്നു, ആരോ വന്നിട്ട് അടുത്ത നമ്മുടെ പ്രോഗ്രാമിലെ സ്റ്റെപ്പ് എന്താണ്, വീണ്ടും അനദർ ഇഫ് കണ്ടീഷൻ. അപ്പൊ നമ്മുടെ ഫോൾസ് ആരോ ഇസ് കമ്മിങ് ആൻഡ് ദെൻ അഗെയിൻ അനദർ റോംബസ് ബോക്സ് ചെക്കിംഗ് ഫോർ അനദർ കണ്ടീഷൻ വിച്ച് വൺ, നം ഈക്വൽ ടു സം ആണോന്ന്. അപ്പൊ എഗെയിൻ കണ്ടീഷൻ എഴുതുന്നു. അതിനും രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്, ട്രൂ ആകാം ഫോൾസ് ആകാം. ട്രൂ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്പ്ലേ ഇറ്റ് ആസ് എ പെർഫെക്റ്റ് നമ്പർ. അതല്ല ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ആരോ വരച്ച് യു ക്യാൻ ഡിസ്പ്ലേ ഇറ്റ് ആസ് എ നോട്ട് എ പെർഫെക്റ്റ് നമ്പർ. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് നമ്മൾ എങ്ങോട്ട് പോകുന്നു, സ്റ്റോപ്പിലോട്ട് പോകുന്നു. ദിസ് ഇസ് ദി ഫ്ലോ ചാർട്ട് കറസ്പോണ്ടിങ് ടു ദിസ് പ്രോഗ്രാം. പെർഫെക്റ്റ് നമ്പറിന്റെ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഒന്ന് കാണാം. കമ്പൈൽ ചെയ്യുന്നു. there are no errors. enter any number. നമ്മൾ എക്സ്പ്ലനേഷനിലും പറഞ്ഞു 6 is an example of a perfect number. അപ്പോൾ ഞാൻ 6 തന്നെ കൊടുത്തു. we are getting the answer 6 is a perfect number. ഇനി പെർഫെക്റ്റ് അല്ലാത്തൊരു നമ്പർ കൂടെ നോക്കാം, ഇൻപുട്ട് നോക്കാം. enter any number 8. so 8 is not a perfect number.